CPIM-ൽ അസംതൃപ്തരായ പാലക്കാട് ജില്ലയിലെ നിരവധി പ്രവർത്തകരുണ്ട്. അവരുടെ ഒരു കൺവെൻഷൻ, പ്രവർത്തകരുടെ മാത്രമായിട്ടുള്ള ഒരു കൺവെൻഷനാണ് നാളെ ഇവിടെ ചേരുന്നത്. കൃത്യം 10 മണിക്ക് തന്നെ ആരംഭിക്കും. മുൻ MLA-യും KTTC-യുടെ ചെയർമാനുമായിരുന്ന സഖാവ് PK ശശി അദ്ദേഹം ഈ കൺവെൻഷനിൽ പങ്കെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഞങ്ങൾ അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ടിരുന്നു. അപ്പൊ അദ്ദേഹം ഈ കൺവെൻഷന്റെ ഭാഗമാവാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. നിരവധി പ്രവർത്തകരാണ് ഈ ജില്ലയ്ക്കകത്ത് കഴിഞ്ഞ 2-3 വർഷങ്ങളിലായി നല്ല അസംതൃപ്തി നേരിട്ട് പോകുന്നത്. അവരുടെ എല്ലാം ഒരു കൂട്ടായ്മ ഇവിടെ നാളെ സംഘടിപ്പിക്കുകയാണ്. ശരിയായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ഇത് വിലയിരുത്താൻ പറ്റില്ല. ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ടാണ് ഇപ്പൊ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. 2-3 പേരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി പാലക്കാട് ജില്ലയിലെ പാർട്ടി മാറിയിട്ടുണ്ട്. അപ്പൊ ആ കമ്പനിയിൽ ജോലി ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആ കമ്പനിയിൽ നിൽക്കണമെങ്കിൽ അവരുടെ കീഴിൽ നിൽക്കണം. അല്ലാതെ പാർട്ടിക്കകത്ത് ചർച്ചയോ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഇപ്പോ മറ്റ് കാര്യങ്ങളോ അതൊന്നും ഇപ്പൊ നടക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു യഥാർത്ഥ രീതിയിലല്ല ഇപ്പൊ പാർട്ടിയുടെ പ്രവർത്തനം പോകുന്നത്. അദ്ദേഹം അസംതൃപ്തി നേരിട്ട ഏറ്റവും വലിയ സഖാവാണ്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായും MLA ആയും ഒരു കോർപ്പറേഷന്റെ ചെയർമാനുമായും എല്ലാം ഇരുന്ന ഒരു വ്യക്തിയെ ഇതുപോലെ 42,000 അംഗങ്ങളിൽ ഒരാളാണ് എന്ന് വളരെ പുച്ഛത്തോടു കൂടി അദ്ദേഹത്തെ സമീപിക്കുകയും അദ്ദേഹത്തെ ഇതുപോലെ അപമാനിക്കുകയും ചെയ്ത ഒരു ഘട്ടമില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ അസംതൃപ്തി നേരിട്ട ഈ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് സഖാവ് PK ശശി. നിലവിലെ ജില്ലാ കമ്മിറ്റിയിൽ 5 അംഗങ്ങൾ അവരുടെ മനസ്സ് ഞങ്ങളോടൊപ്പമാണ്, ശരീരം മാത്രമേ അപ്പുറത്തുള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ട്. അവര് കൂടി ഞങ്ങളുടെ ഒപ്പം ആവും പിന്നീട് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അവർക്ക് ഇപ്പൊ നിരവധി പരിമിതികളുണ്ട് ഈ കൺവെൻഷനകത്ത് പങ്കെടുക്കുന്നതിന്. അതുകൊണ്ടാണ് അവർ മാറി നിൽക്കുന്നത്. നിരവധി ആളുകൾ ഇപ്പൊ ഇങ്ങനെ ഈ പെട്ടിതൂക്കികളായിട്ടുള്ള ആളുകളെ മാത്രം നിലനിർത്തി പോകുന്ന ഒരു സമീപനമാണ് CPIM ഇപ്പൊ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അസംതൃപ്തരായ നിരവധി ആളുകളുണ്ട്. എത്ര കാലം ഇവരിങ്ങനെ അടിമകളായിട്ട് പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചു പോകാൻ പറ്റും? അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കുറെ ആളുകൾ ഇപ്പോ ഈ കൺവെൻഷന്റെ ഭാഗമാകും. നിരവധി തവണ ഈ 2-3 വർഷത്തിനിടയിൽ മാത്രം നടപടിക്ക് വിധേയരായിട്ടുള്ള 100 കണക്കിന് ലോക്കൽ സെക്രട്ടറിമാർ, അതുപോലെ തന്നെ ഏരിയ കമ്മിറ്റി അംഗങ്ങളായി പ്രവർത്തിച്ചവർ, വിവിധ ലോക്കൽ കമ്മിറ്റികളിൽ പ്രവർത്തിച്ചവർ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായിരുന്നിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള എല്ലാവരുടെയും ഒരു പ്രവർത്തകരുടെ ഒരു കൺവെൻഷനാണ് ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത്.